സടകുടഞ്ഞെഴുന്നേറ്റ് വെടിവെച്ച് മുന്നേറിയ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന് ഇനി അധികം ആയുസ്സില്ല. ഇത് പറയുന്നത് മറ്റാരുമല്ല, ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ്. ഇസ്രായേൽ അതിൻ്റെ 77-ാം വർഷത്തിൽ, അതായത് 1948 മുതൽ കണക്ക് കൂട്ടിയാൽ 2025-ൽ ഈ രാജ്യം തന്നെ സ്വയം നശിച്ചേക്കാമെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത്. ചരിത്രത്തിൽ ഇതുവരെ ഒരു ജൂതഭരണവും 80 വർഷം പൂർത്തിയാക്കിയിട്ടില്ലെന്നതാണ് ഇതിന് കാരണമെന്ന് മ്യൂസാക് ലൈവ് എന്ന ഇസ്രായേലി മാധ്യമത്തിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജൂത കുടിയേറ്റക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധതരം പ്രശ്നങ്ങളും ഇസ്രായേലിൻ്റെ ആഭ്യന്തര പ്രതിസന്ധികളും മൂലം രാജ്യം തകർന്നു പോയേക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്രിസ്തുവിന് മുമ്പ് 37 മുതൽ ക്രിസ്തുവിന് ശേഷം 140 വരെയുണ്ടായിരുന്ന ഹിസ്മോണിയൻ രാജഭരണം 77-ാം വർഷം തകർന്നു പോയിരുന്നു. രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധം മൂലമായിരുന്നു ഈ ഭരണം തകർന്നത്. ഹിസ്മോണിയൻ ഭരണം ഇല്ലാതായിട്ട് 2000 വർഷം കഴിഞ്ഞെങ്കിലും അന്നത്തെ സാഹചര്യത്തിലേക്ക് ഇന്ന് ഇസ്രായേൽ എത്തുന്നതായാണ് റിപ്പോർട്ടിൽ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. പലസ്തീനികളെ പുറത്താക്കി 1948-ൽ രൂപീകരിച്ച ഇസ്രായേൽ എന്ന കുടിയേറ്റ സംവിധാനം 2025-ൽ 77 വർഷം പൂർത്തിയാക്കും എന്നതാണ് പുതിയ ആശങ്കയ്ക്ക് കാരണം. ഗാസ, വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ലബനാൻ, വെസ്റ്റ് ബാങ്ക്, സിറിയ, ഇറാൻ, ഇറാഖ്, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനിക നീക്കങ്ങൾ ഇസ്രായേലിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയ ജൂതന്മാരെ തിരികെ കിട്ടാത്തതും ഇസ്രായേലി സർക്കാരിനെതിരെ ജൂതന്മാർ തിരിയാൻ കാരണമായിട്ടുണ്ട്. ടെല്ലവീവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജൂതന്മാരെ തിരികെ കൊണ്ടുവരാൻ ഹമാസുമായി കരാർ ഒപ്പിട്ടാൽ നെതന്യാഹു സർക്കാരിനെ വീഴ്ത്തുമെന്നാണ് ധനമന്ത്രി ബെർസലേൽ സ്ട്രോമിച്ചും പോലീസ് മന്ത്രിയായ ബെൻഗ്വിറും പറയുന്നത്. ഗാസയിലെ വംശഹത്യയിൽ നെതന്യാഹുവിനും മുൻ യുദ്ധമന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് വരെ ഇറക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും അറസ്റ്റ് വാറന്റ് വരാനുമിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇസ്രായേലി സൈനികർക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ ഇനിയും കൂടുതൽ മോശമാവാനാണ് സാധ്യതയെന്നാണ് മ്യൂസാക് ലൈവിലെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി പിന്നീട് 1 വർഷത്തിനും ശേഷമാണ് ഇസ്രായേൽ ഒരു സ്വയം പ്രഖ്യാപിത രാജ്യമായി ഉയർന്നു വന്നത്. യഹൂദരുടെ സ്വതന്ത്ര രാജ്യത്തിനായി പാശ്ചാത്യ ലോകത്ത്, പ്രത്യേകിച്ചും അമേരിക്കയുടെ മുൻകൈയിൽ ആവശ്യം ഉയർന്നു വന്നതോടെ പലസ്തീനിലെ അറബികൾ നിരന്തരം ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ രൂപീകരണം യുദ്ധങ്ങളുടെ നീണ്ട ചരിത്രത്തിലേക്ക് കൂടിയായി കുറിക്കപ്പെടുകയും ചെയ്തു. സ്വന്തം ഭൂമിയിൽ പലസ്തീനികൾ അരുംകൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നും വേണം പറയാൻ. 1 നൂറ്റാണ്ടിലേറെയായി പലസ്തീൻ ഭൂമിയെ സംഘർഷങ്ങളുടെ നിഴലിൽ നിർത്താൻ ജൂതർക്ക് കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 1967 ജൂണിൽ നേടിയതിന് തത്തുല്യമായ ഒരു വിജയത്തിനായുള്ള ഓട്ടപ്പാച്ചിലാണ് ഇസ്രായേൽ ഭരണകൂടം. 1967-ലെ 6 ദിവസത്തെ യുദ്ധം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഏടായിരുന്നു. മധ്യപൂർവ്വ ദേശത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക ചരിത്രം തിരുത്തിയെഴുതുകയും സമാധാനം വിദൂരത്താക്കുകയും ചെയ്ത 6 ദിന യുദ്ധം ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയെ വെളിപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. അതിർത്തികൾ പുനർനിർണയിക്കുക, പശ്ചിമേഷ്യയിലുടനീളമുള്ള ആധിപത്യം ഉറപ്പിക്കുക എന്നീ വ്യാമോഹം ഏറെക്കാലമായി കൊണ്ടു നടക്കുകയാണ് ഇസ്രായേൽ. എന്നാൽ ഈ അത്യാഗ്രഹങ്ങളെല്ലാം ആത്യന്തികമായി ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് ആണ് ആ രാജ്യത്തെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ഇസ്രായേലിനേറ്റ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. 1948-ൽ സ്ഥാപിതമായതിനു ശേഷം ആദ്യമായി ഇസ്രായേലിൻ്റെ അടിത്തറയെ തന്നെ ഇളക്കിമറിച്ച ഒരു നിമിഷമായിരുന്നത്. യുദ്ധത്തിനും ഏറെ മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലെ മന്ദഗതിയിലുള്ള പരിവർത്തനവും ദേശീയ വിമോചനത്തിനായുള്ള പലസ്തീൻ ലക്ഷ്യത്തോടുള്ള പിന്തുണ കുറയ്ക്കുന്നതും ഉൾപ്പെടെ കാര്യമായ മാറ്റങ്ങൾക്ക് ഹമാസ് സാക്ഷ്യം വഹിച്ചിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി വിവാദങ്ങളാൽ നയിക്കപ്പെടുന്ന ഇസ്രായേലിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതി ഗണ്യമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ രാഷ്ട്രത്തെ മതപരമോ മതേതരമോ ആയി നിർവചിക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇസ്രായേലികൾ. ഈ പ്രക്ഷുബ്ധതയുടെ കാലത്താകട്ടെ വർദ്ധിച്ചു വരുന്ന മതദേശീയ സയനിസ്റ്റ് ഗ്രൂപ്പുകളും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് ആഭ്യന്തര കലഹങ്ങൾക്ക് വഴിയൊരുക്കുകയും അങ്ങനെ രാജ്യത്തിൻ്റെ നാശം തന്നെ സംഭവിക്കുമെന്നും വിലയിരുത്തലുകളുണ്ട്. മക്കയും മദീനയും കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സുപ്രധാന പുണ്യകേന്ദ്രമായ ജെറുസലേമിൻ്റെ ഹൃദയഭാഗത്തുള്ള മസ്ജിദ് അൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദിസ് നാളുകളായി ഒരു തർക്ക വിഷയമാണ്. അൽ അഖ്സയുടെ അധികാരം പിടിച്ചെടുത്ത് അവിടെ ആരാധനാലയം നിർമ്മിക്കുക എന്നത് തീവ്ര യഹൂദ ഗ്രൂപ്പുകളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് പറയുന്നത്. ഇത് പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര ബന്ധത്തിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മതദേശീയ സയനിസ്റ്റുകളുടെ ഉയർച്ച രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചലനാത്മകതയെ പുനർനിർമ്മിക്കുവാനും ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്താനും സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഈ പുതിയ പ്രവചനങ്ങൾക്കും കാരണം.
2023 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ പിന്നാലെയാണ് നെതന്യാഹു. 2023 ഒക്ടോബറിലെ ആക്രമണത്തിന് ശേഷം നെതന്യാഹു ഈ ലക്ഷ്യത്തിലേക്കുള്ള വേഗം കൂട്ടിയെന്ന് വേണം പറയാൻ. ഹമാസിൻ്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനും ഗാസ മുനമ്പിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു അന്നു മുതലുള്ള ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ. ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഗാസയെ ആക്രമിക്കുകയും കർശനമായ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി ഷാരോൺ 2005-ൽ ഗാസയിൽ നിന്ന് IDF സൈനികരെയും കുടിയേറ്റക്കാരെയും പിൻവലിച്ചത് ഒരു സുപ്രധാന നീക്കമായിരുന്നു. പക്ഷേ അത് പലസ്തീനികൾക്ക് സമാധാനമോ സ്വാതന്ത്ര്യമോ കൊണ്ടുവന്നില്ലെന്നാണ് പറയുന്നത്. പകരം ഗാസ ഒരു ഉപരോധത്തിന് കീഴിലായി. അത് 2007-ൽ കൂടുതൽ കർശനമാവുകയും ചെയ്തു. ഇത് പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. ഓപ്പറേഷൻ കാറ്റ്ലീഡ് എന്നറിയപ്പെടുന്ന 2008-2009 കാലഘട്ടത്തിൽ യഹൂദ് വോൾമെർട്ടിൻസിൻ്റെ സർക്കാർ ഗാസയ്ക്കെതിരെ ഒരു വലിയ യുദ്ധം ആരംഭിച്ചിരുന്നു. 2007-ൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഗാസ ഉപരോധം പ്രദേശത്തേക്കുള്ള ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഒഴുക്ക് കർശനമായി നിയന്ത്രിക്കുകയാണ് ചെയ്തത്. ഈ ഉപരോധം ഗാസയുടെ സമ്പദ് വ്യവസ്ഥയിലും മാനുഷിക സാഹചര്യത്തിലും വിനാശകരമായ സ്വാധീനം ചെലുത്തുകയും ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് UN മുന്നറിയിപ്പും നൽകിയതാണ്. ഉപരോധം വ്യാപകമായ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭക്ഷ്യ അരക്ഷിതാവസ്ഥ എന്നിവയിലേക്കും ഗാസയെ നയിക്കുകയുണ്ടായി. എന്നാൽ 2004-ലെ ഇസ്രായേൽ യുദ്ധം നെതന്യാഹുവിന് കീഴിൽ ഗാസയിലെ പ്രതിസന്ധികൾ രണ്ട് വഴികൾ ഒന്നിലൂടെ മാത്രമേ പരിഹരിക്കാനാകൂ എന്ന് തെളിയിക്കുന്നതായിരുന്നു. ചർച്ച അല്ലെങ്കിൽ സമഗ്രമായ യുദ്ധം. 50-ലധികം ദിവസത്തെ ബോംബാക്രമണത്തിലും ഒരു കര അധിനിവേശത്തിന് പോലും ഹമാസിനെ പിഴുതെറിയാനും കീഴടങ്ങാൻ നിർബന്ധിതമാക്കാനും സാധിച്ചില്ല. തുടർന്ന് 2020 ആയപ്പോഴേക്കും UN വിദഗ്ധർ ഈ പ്രദേശം വാസയോഗ്യമല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. 2023-ലെ ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിലൂടെ മറ്റേതൊരു രാജ്യത്തെക്കാളും മികച്ച രീതിയിൽ ജൂത ജനസംഖ്യ സംരക്ഷിക്കാൻ കഴിയുമെന്ന സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഇസ്രായേലിന് നഷ്ടമായിരിക്കുന്നത്. ഇസ്രായേലി അജയ്യതയുടെ മിഥ്യാബോധത്തിനേറ്റ തിരിച്ചടി കൂടിയായിരുന്നു അത്. ഗാസയിൽ അധിനിവേശം നടത്തിയും ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതൃത്വത്തെ പുറത്താക്കിയും സിറിയയിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുകയും ചെയ്തിട്ട് പോലും ഇസ്രായേൽ അവർ ആഗ്രഹിച്ച സമ്പൂർണ്ണ വിജയം നേടാനായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ ഗുരുതരമായി തകർന്നിരിക്കുകയാണ്. ഇസ്രായേൽ സമൂഹം ആഴത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും പുതിയ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ സായുധസേന പോലും തളർന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് സൈനികർക്കിടയിലെ ആത്മഹത്യ പോലും വർദ്ധിച്ചു വരുന്നത്. പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നും ആയുധങ്ങൾ ലഭിക്കാതെ അവരുടെ നിലവിലെ ആക്രമണാത്മക നിലപാട് നിലനിർത്താൻ മറ്റൊരു മാർഗവുമില്ല. ലെബനൻ മുന്നണി താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണെങ്കിലും ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ ലംഘനങ്ങളും രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്തു നിന്ന് പിന്മാറാനുള്ള വിസമ്മതവും സൂചിപ്പിക്കുന്നത് ഏതു നിമിഷവും അവിടെ ഒരു യുദ്ധം പുനരാരംഭിക്കാം എന്ന് തന്നെയാണ്. ഇതുകൂടാതെ ഇസ്രായേലി പൗരന്മാരുടെ തിരിച്ചു കൊണ്ടുവരാനാകുമോ എന്ന ഹമാസിനെ തകർക്കാനോ നാളിതുവരെ നെതന്യാഹുവിൻ്റെ സൈന്യത്തിനും കഴിഞ്ഞിട്ടില്ല. ഗാസയോട് ചെയ്ത ക്രൂരതകൾ ഇസ്രായേലിനെ അതിൻ്റെ അന്താരാഷ്ട്ര നിയമസാധുത കവർന്നെടുക്കുകയും ആഗോള ജനതയുടെ മുന്നിൽ ഒരു വില്ലൻ പരിവേഷം സമ്മാനിക്കുകയും മാത്രമാണ് ചെയ്തത്. പലസ്തീൻ അതോറിറ്റിയും പ്രാദേശിക സായുധ പ്രസ്ഥാനങ്ങളും തമ്മിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് വലിയൊരു പ്രദേശം കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നാൽ വാർത്തകളും പ്രവചനങ്ങളും പ്രകാരം ഈ വർഷം തന്നെ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ നാശം ഉണ്ടാകും എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന് കാരണം തന്നെ ഇപ്പോൾ തന്നെ തുടക്കമിട്ടിട്ടുണ്ട്. ജൂതന്മാർ തന്നെ ഇസ്രായേലി സർക്കാരിനെതിരെ രംഗത്തിറങ്ങി റോഡ് ഉപരോധിക്കുകയും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വരെ തമ്പടിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ആഭ്യന്തര കലഹം കൂടി ഉണ്ടായാൽ ഇസ്രായേലിനെ തിരിച്ചു പിടിക്കുക എന്നത് സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് പോലും അപ്രാപ്യമായ കാര്യമാണ്.